ഹായ്, ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്, 3 കോഴിമുട്ട, സവാള ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, 2 പച്ചമുളക്, കറിവേപ്പില, തക്കാളി 1, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചെറിയ പീസാണ് ചതച്ചത്, വെളുത്തുള്ളി 3 അല്ലി ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിനകത്തേക്കിടാം. സവോളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർക്കാം. അല്പം ഉപ്പുപൊടി ചേർക്കാം. എന്നാൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് കറുവപ്പട്ട ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായി ഇളക്കിയ ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. അല്പം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നടുവേ മുറിച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇതാണ് നമ്മൾ മുട്ട റോസ്റ്റിലേക്ക് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. അല്പം കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നടുവേ മുറിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിനകത്തേക്ക് ചേർക്കും. നന്നായി ഉള്ളി കോഴിമുട്ടയുടെ മുകളിൽ ഇട്ട ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുട്ട റോസ്റ്റ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.